കാൽറോപ്പ് കമ്പനിയിലെ കൂട്ട പിരിച്ചുവിടലിൽ ചർച്ച ആരംഭിച്ചു. ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ സതീഷ് കുമാർ KLന്റെ നേതൃത്വത്തിലാണ് ചർച്ച. ലേബർ കമ്മീഷണറേറ്റിൽ വെച്ച് നടക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കാൻ ജീവനക്കാരും കമ്പനി സിഇഒയും എത്തി. റിസ്വാൻ ഹുസൈൻ വിവരങ്ങൾ നൽകും. റിസ്വാൻ, ചർച്ചയിൽ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുകയാണോ ജീവനക്കാർ? കാൽറോപ്പ് കമ്പനിയിലെ 300 ജീവനക്കാരെ പിരിച്ചുവിട്ടതിലാണ് ഈ തൊഴിൽ വകുപ്പ് ഇടപെട്ടത്. അതിന് പിന്നാലെയാണ് 2 ദിവസം മുൻപാണ് ഇന്ന് ചർച്ചയുണ്ടാകുമെന്ന് അവർ അറിയിച്ചത്. ഈ ചർച്ചയിൽ പങ്കെടുക്കാനായി കമ്പനിയുടെ ഭാഗത്തു നിന്ന് സിഇഒ ആണ് വരുന്നത്. കമ്പനിയുടെ ഉടമ പങ്കെടുത്തിട്ടില്ല. മാത്രമല്ല 50ഓളം വരുന്ന ജീവനക്കാർ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ സതീഷ് കുമാർ KLന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത്. ഏകദേശം 45 മിനിറ്റ് പിന്നിട്ടു ചർച്ച തുടങ്ങിയിട്ട്. പ്രധാനമായും ഈ ചർച്ചയിൽ വരുന്നത് ശമ്പള കുടിശ്ശികയും അതുപോലെ തന്നെ സെറ്റിൽമെന്റുമാണ് ഈ ചർച്ചയിൽ പ്രധാനമായും നടക്കുന്നത്. കാരണം നമുക്കറിയാം, പല ആരോപണങ്ങൾ ഈ കമ്പനിക്കെതിരെ ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് ഈ നിക്ഷേപകർ അടക്കമുള്ള പരാതികൾ, നിക്ഷേപകരെ പറ്റിച്ചു എന്നടക്കമുള്ള ഒരു പരാതികൾ ഉയർന്നിരുന്നു. ആ പരാതികൾ ഈ നിലവിലെ ചർച്ചയിൽ ഉണ്ടാവില്ല. നിലവിലെ ചർച്ച 10 മാസം, പല ജീവനക്കാർക്കും 10 മാസത്തിലടക്കം ശമ്പളം ലഭിച്ചിട്ടില്ല എന്നുള്ളൊരു പരാതിയുണ്ട്. ആ പരാതിയാണ് നിലവിലെ ചർച്ചയിൽ പരിഗണിക്കുന്നത്. ആ ചർച്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 45 മിനിറ്റ് പിന്നിട്ടിട്ടുണ്ട് ചർച്ച. അല്പസമയത്തിനകം ജീവനക്കാർ പുറത്തേക്ക് വരും എന്നാണ് മനസ്സിലാകുന്നത്. അവർ പ്രതികരണം ഉണ്ടാകും.